കഴിഞ്ഞ PDF-ൽ മാപ്പിംഗ് എന്താണെന്ന് പഠിച്ചായിരുന്നു. അതുപോലെ നമ്മൾ W=1/Z ആ ട്രാൻസ്ഫോർമേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാപ്പിംഗ് എന്ന് പറയുന്നത് Z പ്ലെയിൻ എല്ലാം W പ്ലെയിനാക്കി മാറ്റണം. Z പ്ലെയിനുള്ള എല്ലാ പോയിൻറ്റ്സും W പ്ലെയിനാക്കി നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ചിലപ്പോൾ പോയിൻറ്റ്സ് കിട്ടും, ചിലപ്പോൾ കേർവ് ആയിരിക്കും കിട്ടുന്നത്. ആ കിട്ടുന്ന പോയിൻറ്റ്സിനെ പറയുന്നതാണ് ഇമേജസ്. അപ്പോൾ നമ്മൾ ഈ W=1/Z ആ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോബ്ലംസ് ആണ് ഇന്നത്തെ PDF-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി ക്വാഡ്രന്റ് x greater than 1 y greater than 0 under the transformation W=1/Z. W=1/Z. ഇപ്പോൾ W എന്ന് പറയുന്നത് U+IV ആണ്, ഈക്വൽ ടു U+IV. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എക്സ് എന്ന് പറയുന്നത് U/U²+V² ആണ്, y എന്ന് പറയുന്നത് -V/U²+V² ആണ്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കൊള്ളണം, തന്നിരിക്കുന്നത് x greater than 1 ഉണ്ട്, y greater than 0 ഉണ്ട്. x greater than 1 implies U/U²+V² greater than 1. This implies U greater than U²+V². This implies U²+V² minus U equal to 0. ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് കോഎഫിഷ്യന്റ് ഓഫ് U ഡിവൈഡഡ് ബൈ 2. അപ്പോൾ U-1/2 the whole square plus V² less than 1/2 the whole square. അപ്പം x greater than 1 എന്ന് പറയുന്നത് Z പ്ലെയിനിൽ പോസിറ്റീവ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ അത് W പ്ലെയിനിൽ ചേഞ്ച് ആയിട്ട് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? U-1/2 the whole square plus V² less than 1/2 the whole square ആണ്. അപ്പോൾ ഇത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സർക്കിളിൻ്റെ ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും. ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സർക്കിൾ പാസിങ് ത്രൂ ദി ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സർക്കിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ സെൻറ്റർ എന്താണ്? 1/2 0. 1/2 0. ഇനി നെക്സ്റ്റ് ക്വാഡ്രന്റ് തന്നിരിക്കുന്നത് y greater than 0 ആണ്. -V/U²+V² greater than 0. ദിസ് ഇംപ്ലൈസ് എന്താണ്? -V greater than 0. -V greater than 0 ആണെങ്കിൽ V less than 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി U ആക്സിസ് എന്ന് പറയുന്നത് V = 0 ആണ്, റിയൽ ആക്സിസ്. അപ്പം ഈ ഹാഫ് പ്ലെയിൻ ആണ് V less than 0 അല്ലേ, വിച്ച് ഈസ് ദ ഹാഫ് പ്ലെയിൻ ബിലോ ദി റിയൽ ആക്സിസ്. So therefore the quadrant x greater than 1 y greater than 0 is mapped onto the interior part of the circle passing through origin with center at 1/2 0 and below the real axis. അപ്പോൾ Z പ്ലെയിനിൽ നമുക്ക് തന്നായിരുന്നു x greater than 1 y greater than 0. അത് പോസിറ്റീവ് ക്വാഡ്രന്റ് ആണ്. അത് W പ്ലെയിനിൽ വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സർക്കിൾ പാസിങ് ത്രൂ ദി സെൻറ്റർ 1/2 0, പിന്നെ എന്താണ്? ബിലോ ദി റിയൽ ആക്സിസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി ഇൻഫിനിറ്റ് സ്ട്രിപ്സ് 1/4 less than y less than 1/2 and second one 0 less than y less than 1/2 under the transformation W=1/Z. ആദ്യം നമ്മൾ എഴുതാനുള്ളതൊക്കെ എഴുതിക്കൊള്ളണം. W=1/Z U+IV, then x=U/U²+V² and y=-V/U²+V². W=1/Zന്റെ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും എഴുതിക്കൊള്ളണം. ഇനി നിങ്ങൾ നോക്കിക്കൊള്ളണം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1/4 less than y less than 1/2. അപ്പോൾ 1/4 less than y തന്നിട്ടുണ്ട്, അതുപോലെ y less than 1/2 തന്നിട്ടുണ്ട്. അപ്പോൾ 1/4 less than y, this implies 1/4 less than -V/U²+V². this implies എന്താണ്? U²+V² less than -4V. This implies U²+V² + 4V = 0. അപ്പോൾ ഇവിടെയും പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അപ്പോൾ U² എന്നാണ്, U+ അല്ല U² എന്നാണ്, ചേഞ്ച് ചെയ്ത് എഴുതിക്കൊള്ളണം. U²+V+2 the whole square less than 2². ഇതും സർക്കിൾ ഇൻസൈഡ് ദി സർക്കിൾ ആണ്, വിച്ച് ഈസ് ദി ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സർക്കിൾ പാസിങ് ത്രൂ ഒറിജിൻ ആൻഡ് സെൻറ്റർ അറ്റ് 0 -2. നെക്സ്റ്റ് തന്നിരിക്കുന്നത് y less than 1/2 ആണ്. അപ്പോൾ -V/U²+V² less than 1/2. അപ്പോൾ -2V less than U²+V². ദിസ് ഇംപ്ലൈസ് എന്താണ്? U²+V² + 2V greater than 0. ഇവിടെയും പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. U² + V+1 the whole square greater than 2².
ഇത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്, പക്ഷേ ഔട്ട്സൈഡ് ദി സർക്കിളാണ്. ഗ്രേറ്റർ ദാൻ വന്നിരിക്കുന്നതുകൊണ്ട് ഔട്ട്സൈഡ് ദി സർക്കിളാണ്. വിച്ച് ഈസ് ദി എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് ദി സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ ആൻഡ് സെൻറ്റർ അറ്റ് 0, -1. Thus, the infinite strip 1/4 less than y less than 1/2 is mapped onto the region between the circles u square plus v square plus 4v less than 0 and u square plus v square plus 2v greater than 0. The second one ആണ് 0 less than y. This implies 0 less than minus v by u square plus v square. This implies എന്താണ്? 0 less than minus v. Minus v greater than 0. This implies v less than 0. ഇത് ഇക്വേഷൻ ഓഫ് ദി യു ആക്സിസ് ആണ്. അപ്പോൾ v equal to 0 റിയൽ ആക്സിസ്. ഇക്വേഷൻ ഓഫ് ദി യു ആക്സിസ് ആണ്. വിച്ച് ഹാഫ് പ്ലെയിൻ എന്തായിരിക്കും? ബിലോ ദി റിയൽ ആക്സിസ്. അപ്പോൾ y less than 1/2, this implies minus v by u square plus v square less than 1/2 minus 2v less than u square plus v square. u square plus v square plus 2v greater than 0, which is the exterior part of the circle passing through origin and center at 0, -1. Thus, the infinite strip 0 less than y less than 1/2 is mapped onto the region exterior part of the circle passing through origin and center at 0, -1 and below the real axis. Third question. Under the transformation w is equal to 1 by z, find the image of mod z minus 2i equal to 2. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് mod z minus 2i equal to 2 ആണ്. അപ്പോൾ മോഡ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ mod z minus 2i the whole square is equal to 4. ഇനി mod z സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടി അറിയാം. mod z സ്ക്വയർ എന്ന് പറയുന്നത് z ബാർ ആണ്. അപ്പോൾ mod z minus 2i the whole square എന്തായിരിക്കും? z minus 2i into z minus 2i the whole bar equal to 4. z minus 2i into മോഡുലസിലെ പ്രോപ്പർട്ടിയാണ് z1 minus z2 the whole bar എന്ന് പറയുന്നത് z1 bar minus z2 bar ആണ്. അപ്പോൾ z bar plus 2i മൈനസ് 2i വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ പ്ലസ് 2i ആണ്. പ്ലസ് 2i is equal to 4. ഇനി z പ്ലെയിൻ എല്ലാം w പ്ലെയിൻ ആക്കി മാറ്റണം. w ഈക്വൽ ടു 1 ബൈ z ആണെങ്കിൽ z എന്ന് പറയുന്ന 1 ബൈ w ആണ്. z ബാർ എന്തായിരിക്കും? 1 ബൈ w ബാർ ആണ്. ഇതെല്ലാം എടുത്ത് ഇക്വേഷൻ 1 കൊടുക്കുക. അപ്പോൾ 1 ബൈ w മൈനസ് 2i ഇൻറ്റു 1 ബൈ w ബാർ പ്ലസ് 2i ഈക്വൽ ടു 4. അപ്പോൾ 1 മൈനസ് 2iw ഇൻറ്റു 1 പ്ലസ് 2iw ബാർ ഈക്വൽ ടു 4w ബാർ. ഈ ബ്രാക്കറ്റ് രണ്ടും ഓപ്പൺ ചെയ്യണം. 1 പ്ലസ് 2iw ബാർ മൈനസ് 2iw പ്ലസ് 4w ബാർ ഈക്വൽ ടു 4w ബാർ. 4w ബാർ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ 1 മൈനസ് 2i ഇൻറ്റു w മൈനസ് w ബാർ ഇസ് ഈക്വൽ ടു 0. ഇനി w എന്ന് പറയുന്നത് u പ്ലസ് iv ആണ്. w ബാർ എന്തായിരിക്കും? u മൈനസ് iv ആണ്. അപ്പോൾ w മൈനസ് w ബാർ എന്ന് പറയുന്നത് 2iv ആണ്. അപ്പോൾ ഇക്വേഷൻ 2 എന്ത് കിട്ടും? 1 മൈനസ് 2i ഇൻറ്റു 2iv ഈക്വൽ ടു 0. i സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ 1 പ്ലസ് 4v ഈക്വൽ ടു 0. ഇത് ഏത് ഇക്വേഷനാണ്? സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ z പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ w പ്ലെയിൻ ആക്കി മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രേറ്റ് ലൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി സർക്കിൾ mod z minus 3 equal to 5 under the transformation w is equal to 1 by z. നേരത്തുള്ള ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ്. mod z minus 3 equal to 5. അപ്പോൾ mod z minus 3 the whole square equal to 25. z minus 3 into z minus 3 the whole bar equal to 25. z minus 3 into z bar minus 3. z bar plus 3 എന്ന് എഴുതരുത്. z bar minus 3 ആണ്. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് തന്നിരിക്കുന്നത്. കോൺസ്റ്റൻ്റ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. z minus 3 into z bar minus 3 is equal to 25. z എന്ന് പറഞ്ഞാൽ 1 ബൈ w ആണ്. z ബാർ എന്ന് പറയുന്നത് 1 ബൈ w ബാർ ആണ്. 1 ബൈ w മൈനസ് 3 ഇൻറ്റു 1 ബൈ w ബാർ മൈനസ് 3 ഈക്വൽ ടു 25. അപ്പോൾ 1 മൈനസ് 3w ഇൻറ്റു 1 മൈനസ് 3w ബാർ ഈക്വൽ ടു 25w ബാർ. ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്യണം. 1 മൈനസ് 3w ബാർ മൈനസ് 3w പ്ലസ് 9w ബാർ ഈക്വൽ ടു 25w ബാർ. അപ്പോൾ 1 മൈനസ് 3 into w plus w bar minus 16w bar is equal to 0.
ഡബ്ല്യു എന്ന് പറയുന്നത് യു പ്ലസ് ഐ ബി ആണ്. ഡബ്ല്യു ബാർ എന്താണ്? യു മൈനസ് ഐ ബി ആണ്. ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ബാർ രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ 2u എന്ന് കിട്ടും. ഡബ്ല്യു ബാർ എന്ന് പറയുന്നത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? 1 മൈനസ് 6u മൈനസ് 16 ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ 16 ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് 6u മൈനസ് 1 ഈക്വൽ ടു 0. ഇത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സർക്കിളിൻ്റെ ഒരു ഇക്വേഷൻ അറിയാം. എ എച്ച് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് സി ഇസെഡ് സ്ക്വയർ പ്ലസ് 2gx 2gx പ്ലസ് 2fy പ്ലസ് 2hz ഈക്വൽ ടു 0. ഇത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അതാണ് ഇത് സർക്കിളിൻ്റെ ഒരു ഇക്വേഷനാണ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി ഇമേജ് ഓഫ് ദി ഹൈപ്പർബോള എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 അണ്ടർ ഡബ്ല്യു ഈക്വൽ ടു 1/z ഈസ് റോ സ്ക്വയർ ഈക്വൽ ടു cos 2phi. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതല്ല റോ ഫൈ അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇസെഡ് പ്ലെയിനെ നമുക്കൊരു പാരാമീറ്റർ ഇക്വേഷനിലാക്കി മാറ്റണം. അത് നമ്മൾ നേരത്തെ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കുന്നതാണ്. ഇസെഡ് പ്ലെയിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ആറും തീറ്റയൊക്കെയാണ് വരുന്നത്. അപ്പോൾ r ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ ലെറ്റ് ഇസെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു r ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ. ഇനി ഡബ്ല്യു പ്ലെയിനിൽ നമുക്ക് തന്നിരിക്കുന്നത് റോയും ഫൈ ഒക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചേഞ്ച് ആവണം. ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈക്വൽ ടു റോ ഇ റേസ് ടു ഐ ഫൈ. ഇനി ഇസെഡ് പ്ലെയിൻ എല്ലാം ഡബ്ല്യു പ്ലെയിൻ ആക്കി മാറ്റണമല്ലോ. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു 1/z ആണെങ്കിൽ ഇസെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/w ആണ്. അപ്പോൾ ഇസെഡ് എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു 1 റോ ഇ റേസ് ടു ഐ ഫൈ. അപ്പോൾ 1 റോ ഇൻറ്റു ഇ റേസ് ടു ഐ മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ കോസ് ഫൈ മൈനസ് ഐ സൈൻ ഫൈ. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 റോ കോസ് ഫൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 1 റോ സൈൻ ഫൈ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 അതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അവിടെ ഇക്വേഷൻ എടുത്ത് കൊടുക്കുക. ഇപ്പോൾ 1 റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് 1 റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 1. ഇപ്പോൾ കോസ് സ്ക്വയർ ഫൈ മൈനസ് സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു റോ സ്ക്വയർ. ഈ കോസ് സ്ക്വയർ ഫൈ മൈനസ് സൈൻ സ്ക്വയർ ഫൈ എന്താണ്? കോസ് 2 ഫൈ ആണ്. ഇപ്പോൾ കോസ് 2 ഫൈ ഈക്വൽ ടു റോ സ്ക്വയർ.